ചിന്നു എന്നാ ഞാൻ പോവാട്ടോ. അമ്മേ പാറോസ് പോവാണ്. പാറു ഭക്ഷണം കഴിച്ചിട്ട് പോവാ. വേണ്ട ആന്റി, കുറെ സമയമായില്ലേ വന്നിട്ട്, അമ്മ വഴക്ക് പറയും. എന്നാ മോള് നിക്ക്, ആന്റി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുക്കട്ടെ. അയ്യോ അതൊന്നും വേണ്ട ആന്റി. വേണം. വീട്ടിലെ അവസ്ഥ എന്താണാവോ, അമ്മ ചേച്ചിയെ തല്ലിക്കൊന്നില്ലേക്കും. പാറോസേ എന്നാ മോളെ ജ്യൂസ്. മോളെ നിനക്ക് വേണ്ടേ? വേണ്ട അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. പാറോസേ ഇനി വേണോ? വേണ്ട ആന്റി, ഞാൻ പോവാണേ. ആ സൂക്ഷിച്ചു പോണേ. ശരി ആന്റി. ചിന്നു പിന്നെ കാണാവേ, ബൈ. നാളെ സ്കൂളിൽ വെച്ച് കാണാം, ബൈ. അമ്മേ ആ വന്നോ? എത്ര നേരമായി പോയിട്ട്? ഇവിടെ എന്തൊക്കെ നടന്നതെന്ന് നിനക്കറിയോ? ഇവിടെ എന്താ നടന്നമ്മേ? കളിച്ച് നടന്നോ, വീട്ടിൽ കയറണ്ടല്ലോ. റൂമിൽ പോയി നോക്ക്. റൂമിലോ? എന്നാലും എന്തായിരിക്കും? ഇനി വല്ല സർപ്രൈസ് ഗിഫ്റ്റും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയ ചേട്ടന്റെ തലയിൽ വല്ല തേങ്ങയും വീണോ? എന്തായാലും പോയി നോക്കാം. അയ്യോ ചേച്ചിയുടെ തലക്ക് എന്താ പറ്റിയേ? ഞാൻ കളിക്കാൻ പോകുമ്പോ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അമ്മ പറഞ്ഞപ്പോ ഞാൻ കരുതി ചേട്ടൻ മേലോട്ട് നോക്കി നടന്നപ്പോ വല്ല തേങ്ങയും വീണെന്ന് തലയിൽ. ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? ആഹാ മോളെ പോരി എന്താണാവോ. അതല്ല ചേട്ടനല്ലേ അധികം ഇതൊക്കെ സംഭവിക്കാറ്, ചേച്ചിക്കല്ലല്ലോ, അതാ ചോദിച്ചേ. അവളെ സൂപ്പർമാന്റെ അനിയത്തിയാവാൻ നോക്കിയതാ. നീ പോടാ, നീ പോടി. അതിന് സൂപ്പർമാന്റെ അനിയത്തി ഉണ്ടോ ചേട്ടാ? പിന്നെ 3 അവര് കെട്ടിക്കാനാണല്ലോ സൂപ്പർമാനെ ആളുകളെ രക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സൂപ്പർമാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാലേ. ഓ രണ്ടും കൂടെ. എന്റെ പാറു, ആ പൊട്ട പറയുന്നതൊക്കെ വിശ്വസിക്കാ നീ? അവൻ ഓരോന്ന് വിവരമില്ലാതെ വിളിച്ചു പറയും, അതൊക്കെ കേട്ട് നിൽക്കാനും നീയും. ഓ പറയുന്ന ആൾ നല്ല ബുദ്ധിമതിയല്ലേ. പാറു അവളെങ്ങനെ വീണതാ അറിയോ? മതിൽ ചാടിയതാ. അപ്പൊ കാറിന് താഴേക്ക് വിടും. മതിൽ വന്നോ? ചേച്ചി എന്തിനാ മതിൽ കയറാൻ പോയേ? നീയും ചിന്നും കാണാതിരിക്കാനേ മതിൽ ചാടി വന്നതാ. എന്ത് പറയാനും, മതിലിന് നല്ല പൂക്കളുണ്ടായിരുന്നു, അതിന് വൈക്ക് വീണതാ. ചേച്ചിക്ക് അത് തന്നെ വേണം, ഞങ്ങളെ കൂട്ടാതെ പോയിട്ടല്ലേ. അല്ല എന്തിപ്പത് കാണുന്നേ? മോൻ കളിച്ചു നിൽക്കുക. വേഗം 3 പോയി മേല് കഴുകി എന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്കി. നാളെ ക്ലാസ് ഇല്ലതല്ലേ. എന്നിട്ട് ഭക്ഷണം കഴിച്ച് വേഗം ഉറങ്ങണം. ഈ സ്കൂളൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചേ? പിന്നെ ആകെയുള്ളൊരു ആശ്വാസം, സ്കൂളിലും ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അറു വേഗം എണീക്കി. ഇപ്പൊ ഹോംവർക്ക് ഒന്നും ചെയ്യൂല, എന്നിട്ട് രാവിലെ എണീച്ചാൽ തുടങ്ങും. ബസ് വരാൻ നേരത്തെ കരാവള ഹോംവർക്കൊക്കെ. നീ ചോദിച്ചോ, നിനക്കൊക്കെ എന്ത് സുഖം, സ്കൂളിൽ പോകണ്ടല്ലോ.